നമ്മുടെ അടുത്ത വീഡിയോ എന്നാണെന്നറിയാമോ? ഇന്നത്തെ നമ്മുടെ വിഷയം, ഇന്ന് ഞാനൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആലപ്പുഴയുടെ MLA, LDFിൻ്റെ കാലത്ത് പൊതുമന്ത്രിയായിരുന്ന ജി സുധാകരൻ സാർ ഒരഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ആ അഭിപ്രായത്തോട് പൂർണ്ണമായും ഞാൻ യോജിപ്പാണ്. നമുക്കറിയാം, LDFിൻ്റെ മന്ത്രിയായിരുന്നു. 40 വർഷക്കാലം LDFിൻ്റെ മെമ്പറായി, ഇന്നും അദ്ദേഹം മെമ്പറായി തന്നെ തുടരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിനും മന്ത്രിസഭയ്ക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാനൊരു പ്രസ്താവന കണ്ടത്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് ഞാൻ കടക്കുക. സർക്കാർ എയ്ഡഡ് മേഖലയിൽ സർക്കാരാണ് അധ്യാപകർക്കും ശമ്പളം കൊടുക്കുന്നത്. എയ്ഡഡ് മേഖലയിലെ ചൂഷണത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അധ്യാപക നിയമനത്തിൽ കോടികൾ വാങ്ങിയാണ് നിയമനം നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ സംഭവം ശരിയാണ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നു, അല്ലെങ്കിൽ ജനസമക്ഷം ചോദിക്കുന്നു. നമ്മുടെ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾക്കെല്ലാം ഇതറിയാം. LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം ഭരിച്ചു. അവരെന്ത് നടപടി സ്വീകരിച്ചു? UDF സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്ന് 1 മാസം കഴിഞ്ഞു. അവരെന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്നതാണ്. അതിനു മുമ്പ് AK ആന്റണിയുടെ മന്ത്രിസഭ വന്നിരുന്നു. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ കാലയളവിലെല്ലാം എയ്ഡഡ് മേഖലയിൽ ഇതുപോലുള്ള നിയമനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നും സർക്കാർ ശമ്പളം നമ്മുടെ ഖജനാവിൽ നിന്ന് ശമ്പളം ആർക്ക് കൊടുക്കുന്നു? അധ്യാപകർ കൊടുക്കുന്നു. എനിക്കുണ്ടായ സംഭവം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുക. എൻ്റെ മകള് കേറ്ററ്റ് പാസ്സായി LPSന് ഇന്ന് അധ്യാപികയായിട്ട് ജോലി ചെയ്യേണ്ടത് ഇപ്പം ടെമ്പററി ആയിട്ട് ഇടയ്ക്ക് കിട്ടി. മനസ്സിലായില്ലേ? സ്ഥിരമായിട്ടൊരു നിയമനം കിട്ടാൻ 1-2 മാനേജ്മെൻറ്റുകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ ചോദിച്ചത്, ഒരാൾ ചോദിച്ച് 45 ലക്ഷം രൂപ, വേറൊരാൾ ചോദിച്ചു 40 ലക്ഷം രൂപ തന്നാൽ മതി, 5 ലക്ഷം രൂപ കുറച്ച് തരാം, അത് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും തരാം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ വ്യാപാരം നടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വ്യവസായം പോലെ വളരുന്നതും ആർക്കാ? സർക്കാരിനോ ജനങ്ങൾക്കോ നേട്ടമില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ആരോഗ്യ മേഖലയും ഇപ്പം അതുപോലെ തന്നെ വന്നിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടക്കുന്നതും ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ച് ജനങ്ങളെ ആകർഷിച്ച് എങ്ങനെയൊക്കെ പൈസ പിരിച്ചെടുക്കാം ആ രീതിയിൽ ഇന്ന് വിദ്യാഭ്യാസ മേഖലയുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മേഖലയല്ല, എയ്ഡഡ് മേഖലയിൽ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. മാനേജ്മെൻറ്റുകൾ, മുസ്ലിം മാനേജ്മെൻ്റ് ഉണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുണ്ട്, ഹിന്ദു മാനേജ്മെൻറ്റുകളുണ്ട്. എല്ലാ മാനേജ്മെൻറ്റുകളെല്ലാം ഓരോ സമുദായത്തിൻ്റെ പേരിലുള്ള നിരവധി മാനേജ്മെൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ തൊടാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. നാളെ തയ്യാറാകുമെന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ കേട്ടോ. പക്ഷേ ഈ മാനേജ്മെൻറ്റുകൾ ഈ കോടിക്കണക്കിന് ഇത്രയും ഇത്തരത്തിൽ പൈസ വാങ്ങുമ്പോൾ എന്തുകൊണ്ട് ഈ ജോലി അന്വേഷകരായിട്ട് ആയിരക്കണക്കിന് യുവാക്കൾ അധ്യാപനം പഠിച്ച് LP സ്കൂളിലാണ്, UP സ്കൂളിലാണ്, അതായത് PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് കാത്തു നിൽക്കുന്ന എത്രയോ പേരുണ്ട്. എന്തുകൊണ്ട് ഇത് PSCക്ക് വിട്ടുകൂടാ? ഈ എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനം എന്തുകൊണ്ട് PSCക്ക് വിട്ടുകൂടാ? ഇത് ഞാൻ പക്ഷം ചേർന്ന് 6 പക്ഷം ചേർന്ന് മതി. ഞാൻ എല്ലാത്തിനും നമ്മൾ ഒറ്റ പക്ഷത്തേ ഉള്ളൂ, ജനപക്ഷം, സുധാകരൻ സാറിൻ്റെ പക്ഷം. അതാണ് ഉടനടി വാർത്ത ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട. പക്ഷെ ഞാനിത് പറയും, മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലെ നിയമസംഹിത ഇതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇത് ഇടയ്ക്ക് ഞാൻ സന്ദർഭോചിതമായിട്ട് ഒന്നുകൂടെ പറയുക കേട്ടോ. BSc നേഴ്സിന് ഇന്ന് ഏറ്റവും ഡിമാൻഡ് അയൽ സംസ്ഥാനത്താണ്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അവിടെ എല്ലാം ഒരു 9 ലക്ഷം രൂപ
10 ലക്ഷം രൂപ 8 ലക്ഷം രൂപ വില അവർ കൊണ്ടുപോയി കാര്യങ്ങൾ വിവിധ ഏജൻസികൾ മുഖാന്തരം കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ +2 റിസൾട്ട് വന്നതോടുകൂടി 100 കണക്കിന് വിദ്യാർത്ഥികളാണ് തൊഴിൽ തേടി അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തും BSc നേഴ്സിംഗ് ഉള്ള നേഴ്സിംഗ് കോളേജിലുണ്ട്. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. സാധാരണ വീട്ടിൽ ഒരു കുട്ടി വിദ്യാഭ്യാസം ചെയ്ത് കഴിഞ്ഞ് അവൻ പാസ്സായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവന് ഇത്ര ഡൊണേഷനും കൊടുത്ത് ഇത്ര ഫീസും കൊടുത്ത് കേരളത്തിൽ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. സീറ്റ് ഉണ്ടെങ്കിൽ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിൽ 15 ലക്ഷം 16 ലക്ഷം 18 ലക്ഷം അവസാനം ഒന്നുമില്ല 20 ലക്ഷം ഇതാണ് വില പേശുന്നത്. നമ്മുടെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ചില പ്രസ്താവനകളൊക്കെ നടത്തി. അതൊക്കെ നമുക്ക് പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. വിദ്യാഭ്യാസം എന്ന് പറയുന്ന കേരളത്തിൽ സാധാരണ കുടുംബത്തിൽ ഉള്ള കുട്ടികൾക്ക് ഇന്ന് മുന്നോട്ടുള്ള പഠിത്തത്തിന് വിഘാതമായി നിൽക്കുകയാണ്. കാരണം അവർക്ക് സാമ്പത്തിക പ്രശ്നമാണ്. ഇതിനാര് പരിഹാരം കാണും? 5 സെൻറ്റും 10 സെൻറ്റ് സ്ഥലമുള്ളവൻ ഒരു വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു പെൺകുട്ടി ആൺകുട്ടിയോ ഉണ്ടെങ്കിൽ അവൻ പഠിപ്പിക്കണമെങ്കിൽ കിടപ്പാടം വിറ്റാൽ പോലും പഠിപ്പിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. പഠിക്കണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. നമ്മുടെ അതായത് പിന്നെ വിദ്യാഭ്യാസ സിസ്റ്റം കേരളത്തിൽ ഇവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറയും വാരിക്കോരി, അതായത് ബാങ്കുകൾ വിദ്യാഭ്യാസ ലോൺ കൊടുക്കുമെന്നൊക്കെ. ഇതൊന്ന് ചുമ്മാതാ. വിദ്യാഭ്യാസ ലോണിന് വേണ്ടി നടന്ന് ഈ തഴമ്പ് വീണ എത്രയോ കുടുംബങ്ങളുണ്ട്. അവരെല്ലാം അവസാനം കിടപ്പാടം വിറ്റാണ് കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ പഠിപ്പിക്കാതിരിക്കുന്ന നിരവധി കുടുംബം എനിക്കറിയാം, എൻ്റെ ഫാമിലി തന്നെയുണ്ട്. കേരളത്തിൽ ഇന്ന് അഭ്യസിക്കുന്നതും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകും തടസ്സമായി നിൽക്കുന്നത് സാമ്പത്തിക പ്രശ്നമാണ്, രൂക്ഷമായ സാമ്പത്തിക പ്രശ്നമാണ്. അതിന് പരിഹാരം കാണാൻ നമ്മുടെ സർക്കാർ തയ്യാറായാൽ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് യുവാക്കളെ കേരളത്തിൽ നിന്ന് വാർത്തെടുക്കാൻ സാധിക്കും. ലോകത്തിന് തന്നെ മാതൃകയാവും. പക്ഷേ ഇത് പറഞ്ഞപ്പോഴാണ്, ഇത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് മേഖലയിൽ അധ്യാപക നിയമനത്തിന് PSC സമ്പ്രദായം കൊണ്ടുവന്നാൽ വന്നാൽ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റുകളെല്ലാം ബഹളം ഉണ്ടാകും. പിറ്റേ ദിവസം പണിമുടക്കുണ്ടാകും, ഹർത്താലുണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. നമ്മൾ ആ സാഹചര്യത്തെ നേരിടേണ്ടിയും വരും ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരും. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി. ഇത് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം G. സുധാകരൻ സാറിന് ഈ പ്രസ്താവന കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലും ഇത് ചർച്ച പോലും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. അപ്പം സമയം 8:02 കേട്ടോ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന വീഡിയോ നന്മയെ ലക്ഷ്യമാക്കി മാത്രമാണ് ചെയ്യുന്നത്. ഉടനടി വാർത്ത ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എൻ്റെ പ്രേക്ഷകരുള്ളിടത്തോളം കാലം ജനങ്ങളുടെ മുമ്പിൽ ഉടനടി വാർത്ത ഓരോ വിഷയത്തിലും ഇങ്ങനെയുള്ള ചർച്ചകളും ഇതിനുള്ള ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് ഉദ്ധരിച്ചു കൊണ്ടിരിക്കും. ബന്ധപ്പെട്ട അധികൃതർ അറിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ നിരവധി ആൾക്കാരുണ്ട്. പലരും ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇന്ന് വീഡിയോ ഇട്ടില്ലേ എന്ന്. അതുപോലെ തന്നെ ഉടനടി വാർത്തയുടെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ ഉടനടി വാർത്തയുടെ പ്രേക്ഷകരാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാരണം അങ്ങനെയുള്ളൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ലതിനെ നമ്മൾ നല്ലതായിട്ട് ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ 9 മിനിറ്റായി കേട്ടോ.